25 വർഷത്തിന് ശേഷം കണ്ണൂർ വേറ്റുമ്മൽ രതീഷ് വധക്കേസിലെ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ 2001 നടന്ന വേറ്റുമ്മൽ രതീഷ് വധക്കേസിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട കതിരൂർ സ്വദേശി CH അഷ്റഫാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. 2001 കണ്ണൂർ കതിരൂരിൽ വേറ്റുമ്മൽ രതീഷ് എന്നാളെ ബോംബെറിഞ്ഞു കൊന്ന കേസിലെ ഒന്നാം പ്രതിയായ അഷ്റഫ് എന്നാള് പോലീസിന് പിടികൊടുക്കാതെ മുങ്ങുന്നത്. ഇയാൾ ആദ്യം മുങ്ങിയത് മൈസൂരിലേക്കും തുടർന്ന് ചിക്കമംഗളൂരു തുടർന്ന് ബാംഗ്ലൂരിലേക്കും അവിടുന്ന് നിന്ന് ബോംബെയിലേക്കുമായിട്ട് കേരളത്തിന് പുറത്ത് ഹോട്ടൽ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഇപ്പറയുന്ന 25 വർഷത്തോളമായി കുടുംബക്കാരുമായോ ബന്ധുക്കളുമായോ യാതൊരു ബന്ധവും ഇയാൾ വെക്കുന്നില്ല. അങ്ങനെ ഇതിന്റെ അന്വേഷണ സംബന്ധമായി പോലീസ് പല സ്ഥലത്തും കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് ഇയാൾ തിരയാണ്. ബാംഗ്ലൂരിൽ തപ്പുന്നുണ്ട്, മുംബൈയിൽ തപ്പുന്നുണ്ട്, മൈസൂരിൽ തപ്പുന്നുണ്ട്. എന്നിട്ടൊന്നും ഇയാളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഇയാൾ വിവിധ സ്ഥലങ്ങളിലെ ഹോട്ടലിൽ ഷെഫായിട്ട് ജോലി ചെയ്തിരുന്നതും വളരെ നല്ലൊരു പാചകക്കാരനായിരുന്നു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചത്. മറ്റുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ 25 വർഷമായിട്ട് പോലീസ് ഇയാളെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നിലവിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷം ഇയാളെ പോലീസ് പിടികൂടിയത് എങ്ങനെയാണോ? ഇയാൾ ഈ ബോംബെ, മൈസൂര്, ബാംഗ്ലൂരു തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഒളിവ് ജീവിതം അവസാനിപ്പിച്ചിട്ട് ഈ കേസിനെ കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ട് ആളുകൾ മറക്കുമല്ലോ. ആ ഒരു സമയപ്പം ഇയാള് കണ്ണൂരിൽ തന്നെ തിരിച്ചെത്തണം. പക്ഷെ കതിരൂരിലേക്കോ തലശ്ശേരിയിലേക്കോ അല്ല എത്തിയത് പയ്യന്നൂരിലേക്കാണ്. അവിടെ ഒരു ഹോട്ടലിൽ കുക്കായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം താൻ അനാഥനാണെന്നും തനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഒരു കല്യാണം കഴിച്ച് ഇയാൾക്ക് കുട്ടികളുണ്ട്. അങ്ങനെ ദീർഘകാലമായിട്ട് പയ്യന്നൂരിൽ വാടക വീട്ടിൽ താമസിച്ചു വരികയാണ് ഇയാളും കുടുംബവും. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇയാൾ കുറുമത്തൂരിലെ ഈ സ്ഥലത്ത് ഒരു തട്ടുകട ആരംഭിക്കുന്നത്. തട്ടുകടയിൽ അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 5 മണിക്ക് ഇയാൾ തട്ടുകട തുറക്കുന്നത്. ഇയാൾ അതിരാവിലെ തട്ടുകട തുറക്കുന്ന ആളാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ കുറുമത്തൂര് നമുക്കെല്ലാം അറിയാം, ഒരു മലയോര പ്രദേശമാണ്. റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന നിരവധി ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കുറുമത്തൂര്. അപ്പൊ ഈ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആളുകൾ അതിരാവിലെ ചായ കുടിച്ചിട്ട് പോകുന്ന ശീലം കണ്ടല്ലോ. ആ കച്ചവടമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അതിരാവിലെ ഇയാളെ ഷോപ്പ് തുറക്കുന്നത്. അങ്ങനെ പതിവ് പോലെ ബുധനാഴ്ചയും ഇയാള് അതിരാവിലെ ഷോപ്പ് തുറന്നു. ആ സമയത്താണ് ഒരു വാഹനത്തിൽ 2 പേര് വന്നിട്ട്, ചേട്ടാ 2 ചായ വേണം, ഒന്ന് നല്ല സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ 2 ചായല്ലേ വേണ്ടേ, മധുരം വേണോ, മധുരം എത്ര വേണം എന്നൊക്കെ ചോദിച്ചിട്ട് ഇദ്ദേഹം ഇതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു വാഹനത്തിൽ വേറെ 2 പേര് വന്നിട്ട്, ചേട്ടാ 2 സ്ട്രോങ് ചായ വേണം, ഞങ്ങൾ ലോങ് റൈഡ് കഴിഞ്ഞ് വരികയാണ്, ഞങ്ങൾക്ക് അർജന്റ് ആയിട്ട് കോഴിക്കോട് എത്തേണ്ടതുണ്ട്, ആകെ ക്ഷീണിച്ചിട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ചായ ആയിക്കോട്ടെ. അതിനിപ്പോ എന്താ, എന്റെ ജോലി അതാണല്ലോ, നിങ്ങൾക്ക് കടി എന്തെങ്കിലും കഴിക്കാൻ വേണം കൂടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ വന്ന ആളുകൾ 4 പേരും പറഞ്ഞു ഞങ്ങൾക്ക് 4 പേർക്കും കടി വേണം. അങ്ങനെ ചായയും കടിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ക്യാഷ് കൊടുക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, ഈ വാഹനത്തിൽ വന്ന ഒരാൾ തന്റെ കയ്യിലെ മൊബൈൽ എടുത്തിട്ട് ഇയാളുടെ പഴയ ഒരു ഫോട്ടോ ഉണ്ട്, അതെടുത്തിട്ട് ഇയാളെ കാണിക്കണം. ചേട്ടാ ഇയാൾ എവിടെയെങ്കിലും കണ്ടിരുന്നു? ഇത് കണ്ട ഈ പ്രതി ശരിക്കും ഞെട്ടിപ്പോയി. താൻ 25 വർഷം മുന്നേ ഉപേക്ഷിച്ച തന്റെ രൂപം ഒരിക്കൽ കൂടി തന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഈ വന്ന യാത്രക്കാരിൽ കാണിക്കുന്നതോടെ ഇയാൾക്ക് മനസ്സിലായി ഇത് ട്രാപ്പാണെന്ന്. അപ്പോൾ വന്ന ആളുകൾ പറഞ്ഞു, ചേട്ടാ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ കേരള പോലീസാണ്, നമുക്ക് പോവല്ലേ. ഒട്ടും സന്ദേഹിച്ചില്ല, കലയിക്കാനോ മറ്റുള്ള സംഘടനകൾക്കോ ഒന്നും നിന്നില്ല. ഉടൻ തന്നെ അയാൾ കീഴടങ്ങിയിരുന്നു. കുറുമാത്തൂര് ഇദ്ദേഹത്തിന് തട്ടുകട മാത്രമല്ല കേട്ടോ, ഈ ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് വിൽക്കുന്ന ജോലി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാങ്ങാ കച്ചവടം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇദ്ദേഹം കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ കുറുമാത്തൂര് എന്ന സ്ഥലത്തുണ്ട്. ഇവിടുന്ന് കേവലം കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം നാട്. എന്നാൽ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധ്യതയില്ലാത്തവണ്ണം ഇദ്ദേഹത്തിന്റെ രൂപവും മാറിയിരുന്നു. അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ, അപ്പൊ തലശ്ശേരിയുള്ള ആളുകളൊന്നും പയ്യന്നൂരിലെ ആളെ പെട്ടെന്നൊന്നും ഡിക്റ്റേറ്റ് ചെയ്യില്ലല്ലോ. ആ സാധ്യതയും മുതലെടുത്തുകൊണ്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഇയാൾ ഇവിടെ താമസിക്കാണ്. അതുകൊണ്ട് ഇയാൾ കല്യാണം കഴിച്ചു, ഇയാൾക്ക് 2 മക്കളുണ്ടായി. 15 വർഷമായിട്ട് ഒരു ക്രിമിനൽ കേസിലെ ഒന്നാം പ്രതി, പോലീസും എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്രതി അവരുടെ മുന്നിൽ തന്നെ ജീവിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളെ പറ്റിയുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് എന്താ പറയുക, ഭാര്യക്കോ മക്കൾക്കോ ഒന്നും ഇയാളെ യാതൊരു വിധത്തിലും ഒരു സംശയമില്ലായിരുന്നു എന്ന് പറയുന്നത്. അവരുടെ കണ്ണിൽ വളരെ മാന്യനായ ഒരു പിതാവ്, വളരെ മാന്യനായ മനുഷ്യനായിരുന്നു ഇയാള്. അവർക്കറിയില്ലല്ലോ, ഇയാളുടെ പാസ്റ്റ് ഇവർക്കറിയില്ല. മാത്രമല്ല ഇയാൾ കല്യാണം കഴിച്ചത് അനാഥനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഇയാളുടെ ചരിത്രങ്ങൾ ഈ ചരിത്രങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് ആർക്കും അറിയില്ല. മാത്രമല്ല നാട്ടുകാർ പറയുന്നത് ഇയാൾ വളരെ സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പാചകവും ചെയ്യും ഇയാള്. അത്തരത്തിൽ നാട്ടുകാർക്ക് കുറുമത്തൂരുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഈ അഷ്റഫ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ദുശീലം എന്നുള്ളത് ഇദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ദുശീലം, ഇദ്ദേഹം സിഗരറ്റ് വലിക്കുന്നല്ലാതെ യാതൊരു ദുശീലങ്ങളും ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഇയാളുടെ കാര്യത്തിൽ ഇയാളുടെ നാട്ടുകാർക്ക് പോയിട്ട് ഇയാളുടെ വീട്ടുകാർക്ക് ഇയാളുടെ ഭാര്യയുടെ ഭാര്യക്കോ മക്കൾക്കോ അദ്ദേഹത്തിന്റെ അവരുടെ ബന്ധുക്കൾക്കോ ഒന്നും ഇയാളുടെ കാര്യത്തിൽ യാതൊരു സംശയവും കഴിഞ്ഞ 15 വർഷമായിട്ടില്ല. ഇത്ര സൗമ്യമായി മാന്യമായി പെരുമാറുന്ന അഷ്റഫ് എന്ന വ്യക്തിയെ പെട്ടെന്ന് പോലീസ് വാനിലേക്ക് കയറ്റുന്നത് കണ്ടപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്തായി സംഭവിക്കുന്നത്? അഷ്റഫിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഒരു പാവപ്പെട്ട നാട്ടിൽ ജീവിക്കാൻ വയ്യേ? എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അടക്കം പറഞ്ഞു. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യ ആളുകൾക്ക് അറിയില്ലല്ലോ. ഇയാളെ പിടികൂടാൻ നിർണായകമായത് എന്താ പറയുന്നത്? കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായ VB വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു ഇയാളെ പിടികൂടാൻ സഹായിച്ച ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇയാൾ ആദ്യഘട്ടത്തിൽ കൊലപാതകം നടത്തിയിട്ട് മുങ്ങിയത് ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ചെന്നൈയിലേക്കുമാണെന്ന്. അതുകൊണ്ട് തന്നെ അന്വേഷണം ആദ്യം മുതൽ ആരംഭിക്കാൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഇവർ ബോംബെയിൽ പോന്നു, മൈസൂരിൽ പോന്നു, ചെന്നൈയിൽ പോന്നു. ഇവിടങ്ങളിലൊക്കെ പോയിട്ട് ഇയാളെ പറ്റി കൃത്യമായിട്ട് അന്വേഷിക്കുകയാണ്. അവിടെ നിന്നാണ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരം വിവരം ലഭിച്ചത്. ഇദ്ദേഹം വളരെ നല്ലൊരു ആണെന്നും ഇപ്പറയുന്ന നഗരങ്ങളിലൊക്കെ വിവിധ ഹോട്ടലുകളിൽ ഇദ്ദേഹം പാചകക്കാരനായി ജോലി ചെയ്തിട്ടുണ്ടെന്നും ഇത്തരം വിവരങ്ങളൊക്കെ പോലീസിന് മുംബൈയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ മേഖലയിൽ നിന്ന് അഷ്റഫിന്റെ വളരെ അടുത്തൊരു സുഹൃത്തായ ആളെ പോലീസ് ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ച സമയത്താണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 15 വർഷമായിട്ട്, അതായത് 2001 ഈ കൊലപാതകം നടന്നത്. ഇപ്പൊ 2026 ആയിരിക്കുന്നു. അതായത് 2011 കൂടി ഇയാൾ കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് അഷ്റഫിന്റെ ഈ സുഹൃത്ത് പറഞ്ഞത്. പയ്യന്നൂർ ഭാഗത്ത് എവിടെയോ അദ്ദേഹം തട്ടുകട നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ഈ സുഹൃത്താണ് പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് അന്വേഷണ സംഘം അഷ്റഫിന്റെ കുടുംബത്തെ, അതായത് കതിരൂരിലുള്ള അഷ്റഫിന്റെ കുടുംബത്തെ കണ്ടെത്തി അവരോട് അഷ്റഫിന്റെ ഫോട്ടോ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് അഷ്റഫിന്റെ പഴയ ഒരു ഫോട്ടോ പോലീസിന് ലഭിക്കുന്നത്. ഈ ഫോട്ടോ AI ഉപയോഗിച്ച് ഇപ്പോൾ ഇത്ര വർഷം 25 വർഷങ്ങൾക്ക് ശേഷം അഷ്റഫിന്റെ രൂപം എന്തായിരിക്കും എന്നുള്ള നിഗമനം വെച്ചിട്ടാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിനിടയ്ക്ക് പോലീസിന് മറ്റൊരു വിവരം ലഭിക്കുന്നുണ്ട്. തളിപ്പറമ്പിനും പയ്യന്നൂരിനും ഇടയിൽ ഒരാൾ തട്ടുകട നടത്തുന്നുണ്ട് എന്നും അയാളുടെ വ്യക്തമായ അഡ്രസ് ലഭ്യമല്ലെന്നും അയാളുടെ പേര് അഷ്റഫ് ആണ് എന്നുള്ള വിവരം പോലീസിന് ഇതിനിടയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് പരിശോധിച്ചപ്പോൾ ഇയാളുടെ ഈ രൂപമാറ്റം ഉണ്ടല്ലോ, അത് പോലീസിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചില്ല ആദ്യഘട്ടത്തിൽ. പിന്നീട് ഇതേ അന്വേഷണ സംഘം തന്നെയാണ് രൂപമാറ്റം AI വഴി ചെയ്തുകൊണ്ട് ഈ പറയുന്ന അഷ്റഫ് തന്നെയാണ് ഇത് എന്ന് തിരിച്ചറിയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, 2001 രതീഷ് എന്ന ആളെ കൊന്ന കേസിലെ പ്രതിയാണ് അഷ്റഫ്. രതീഷിനെ ആള് മാറി ബോംബറിനെ കൊന്നാണ് അഷ്റഫ്. ഈ രതീഷുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഇവര് തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു 2001. ആ സമയത്താണ് അഷ്റഫ് ഈ രതീഷിനെ ബോംബറിനെ കൊന്നത്. 25 വർഷം ഒരു മനുഷ്യൻ സ്വന്തം നാടും വീടും അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും പെങ്ങന്മാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് മുങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണത്. നിലവിൽ അഷ്റഫിനെ തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളൊക്കെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.